അപ്പോൾ നമ്മൾ അരിത്തമാറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിലെ അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. അടുത്ത സെക്ഷനിൽ ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പൊതുവായിട്ടുള്ള ഏതൊരു സീക്വൻസിനെ കുറിച്ചിട്ടുമാണ്. അപ്പോൾ സീക്വൻസ് എന്നൊരു ടേം ആയിരുന്നു നമ്മൾ ഈ സെക്ഷൻ വരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എന്തൊക്കെയാവാം, പവറുള്ള സീക്വൻസ് ആവാം. അപ്പോൾ നമ്മൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു 3ന്റെ പവറിൽ പോണ സീക്വൻസ്, 3 സ്ക്വയർ, അതായത് 3 9 അങ്ങനെ പോകുന്ന സീക്വൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളിതാ ഈ രൂപത്തിലുള്ള സീക്വൻസ് ഒക്കെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു ആണോ? എന്നാൽ നമ്മൾ ഇത്തരത്തിലുള്ള എല്ലാ സീക്വൻസിനെ കുറിച്ചിട്ടും നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നില്ല. നമ്മൾ പഠിക്കുന്നത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സീക്വൻസ് ആണ്. അതിനെയാണ് നമ്മൾ വിളിക്കുക അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അരിത്തമാറ്റിക് സീക്വൻസിന്റെ പ്രത്യേകത കേട്ടോ, അത് ഒരു നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. സപ്പോസ് 1ൽ സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് അതിനോട് കൂടെ ഒരു ഫിക്സഡ് നമ്പർ, ഇപ്പോൾ സപ്പോസ് 5 എന്ന് പറയുന്ന ഒരു നമ്പർ ഇങ്ങനെ ആഡ് ചെയ്ത് പോവാണ്. ആഡ് ചെയ്ത് പോകണം. അപ്പോൾ 1 5 6, പിന്നെ ഇവിടെ എന്താണോ ആഡ് ചെയ്തത് അതന്നെ എല്ലാതിൻ്റെ കൂടെയും ആഡ് ചെയ്യണം. അപ്പോൾ അടുത്തത് എന്താവും 11, അടുത്തത് എന്താവും 16, അടുത്തത് 16 5 21. അപ്പോൾ ഇങ്ങനെ പോകുന്ന സീക്വൻസുകളെ വിളിക്കുന്ന പേരാണ് എന്ത്, അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പോൾ എന്താണ്, ഒരു ടേമിൽ തുടങ്ങിയിട്ട് ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്ത് പോവാം മാത്രമല്ല, വേണമെങ്കിൽ സബ്ട്രാക്ട് ചെയ്തും പോവാം. സപ്പോസ് സബ്ട്രാക്ട് ചെയ്ത് പോണതിന് ഒരു എക്സാമ്പിൾ കൂടെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്കിപ്പോൾ ഇതാ ഫസ്റ്റ് 10 തുടങ്ങി, എന്നിട്ട് നമ്മളിപ്പോൾ 2 സബ്ട്രാക്ട് ചെയ്ത് പോവാണ്. അപ്പോൾ 8 6 4 2 0 -2. ഈ സീക്വൻസും ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. അപ്പോൾ ആഡ് ചെയ്യേ അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യേ, ഒരു ഫിക്സഡ് നമ്പറിൽ തുടങ്ങണം, എന്നിട്ട് ഒരു നമ്പർ, ആ നമ്പർ എത്രയാണോ, ഇവിടെ 5 ആഡ് ചെയ്ത് പോകണം, ഇവിടെ -2 ആണ് അല്ലേ. -2 സബ്ട്രാക്ട് ചെയ്ത് പോകണം. അതെപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് കുറച്ച് പോണതായാലും കൂട്ടി പോണതായാലും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു എന്ത്, അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഇത് ഓക്കെ ആണെന്ന് കരുതുന്നു. ഇനി ഒരു അരിത്തമാറ്റിക് സീക്വൻസിൽ നമ്മൾ 2 കാര്യങ്ങൾ അറിയണം. അരിത്തമാറ്റിക് സീക്വൻസിന്റെ 2 കാര്യങ്ങൾ അറിയണം. ഒന്നാമത്തെ കാര്യം, അതിന്റെ ഫസ്റ്റ് ടേം, ഒന്നാമത്തെ സ്ഥാനത്ത് ആരാണ് നിൽക്കുന്നത്. ഫസ്റ്റത്തേതിൽ ഒന്നാമത്തെ സ്ഥാനത്ത് ആരായിരുന്നു? അപ്പോൾ ഫസ്റ്റത്തെ സീക്വൻസിൽ ഇതിന്റെ ഫസ്റ്റ് ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? ഒന്നാമത്തെ സീക്വൻസിൽ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്തായിരുന്നു? 1 ആയിരുന്നു ആണോ? എന്നാൽ രണ്ടാമത്തെ സീക്വൻസിലോ, ഞാൻ 1 എന്ന് വിളിക്കുന്നുണ്ട്, 1ന്റെ കേസാണിട്ടത്. ഇതിനെ ഞാൻ 2 എന്ന് വിളിക്കുന്നുണ്ട്. രണ്ടാമത്തെ കേസിലെ ഫസ്റ്റ് ടേം ആരാണ്? നോക്കി പറഞ്ഞേ. രണ്ടാമത്തെ കേസിലെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ആരാണ്? ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 10ലാണല്ലോ തുടങ്ങുന്നത്. ഇനി അടുത്തൊരു കാര്യം കൂടി മനസ്സിലാക്കാനുള്ളതുണ്ട്, കോമൺ ഡിഫറൻസ്. നമ്മൾ പറഞ്ഞല്ലോ, ഇവിടെ എന്തോ ഒരു സംഖ്യ, കോമൺ ആയിട്ടുള്ള എന്തോ ഒരു സംഖ്യ കൂട്ടിപ്പോണു അല്ലെങ്കിൽ കുറച്ചു പോണു. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ്, പൊതുവായ വ്യത്യാസം. മലയാളത്തിൽ പറയുകയാണെങ്കിൽ പൊതുവ്യത്യാസം എന്ന് പറയും. അപ്പോൾ അതെന്ത് ചെയ്താൽ മതി, ഇപ്പോൾ രണ്ടാമത്തെ ടേമിൽ ഒന്നാമത്തെ ടേം കുറക്കുക. അപ്പോൾ എന്ത് കിട്ടും, 6 - 1 എന്ന് വരും. ഓക്കെ ആണോ? 6 - 1 5. അതല്ലേ നമ്മൾ കൂട്ടിപ്പോയത്. ഏത് തൊട്ടടുത്ത സംഖ്യ എന്ന് വേണമെങ്കിൽ കുറക്കാം കേട്ടോ. ഇനി വേണമെങ്കിൽ 11 - 6 ചെയ്യാം, അപ്പോഴും 5 തന്നെ കിട്ടും. സെക്കൻഡിൽ നിന്ന് ഫസ്റ്റത്തെ കുറക്കണം എന്നൊന്നുമില്ല, തേർഡിൽ നിന്ന് സെക്കൻഡ് കുറക്കാം, ഫോർത്തിൽ നിന്ന് തേർഡ് കുറക്കാം, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അതേമാതിരി അടുത്തതിൽ എന്തായിരിക്കും കോമൺ ഡിഫറൻസ്? രണ്ടാമത്തെ സീക്വൻസിലെ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ടേമത്ത് ഒന്നാമത്തെ അല്ലേ, വേണ്ട, നമുക്ക് ഇവിടുന്ന് ചെയ്യാം. ഒരു നാലാമത്തെ ടേമിൽ നിന്ന് മൂന്നാമത്തെ കുറച്ച് വെക്കാം. നാലാമത്തെ ടേം എന്ന് പറയുന്നത് ഇവിടെ 4 ആണോ? അപ്പോൾ 4ൽ നിന്ന് മൂന്നാമത്തെ ടേം കുറച്ചു, 4 - 6 -2. അപ്പോൾ അവിടുത്തെ കോമൺ ഡിഫറൻസ് ആരാണ്? -2. അപ്പോൾ എന്താണോ നമ്മൾ കൂട്ടിപ്പോണത് 5 ഇവിടെ ഫസ്റ്റത്തെ സീക്വൻസിൽ കൂട്ടിപ്പോയിരുന്നു. അപ്പോൾ അവിടുത്തെ കോമൺ ഡിഫറൻസ് 5. രണ്ടാമത്തേൽ എന്തായിരുന്നു? -2, അതായത് കുറച്ചു പോവാണ് 2. അപ്പോൾ അതിനെന്ത്, -2 എന്നും കിട്ടും. ഇതുവരെ ഓക്കെ ആണോ? അപ്പോൾ ഇതാണ് ഇവിടെ സെന്റൻസിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ എന്ത് പറയുന്നുണ്ട്, സീക്വൻസ് സ്റ്റാർട്ടിങ് വിത്ത് എനി നമ്പർ. കണ്ടോ, സ്റ്റാർട്ടിങ് വിത്ത് എനി നമ്പർ ആഡിങ് ഫിക്സഡ് നമ്പർ റിപ്പീറ്റഡ്. ഒരേ നമ്പർ റിപ്പീറ്റഡ് ആയി ആഡ് ചെയ്ത് പോവുക, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, അരിത്തമാറ്റിക് സീക്വൻസ്. അപ്പോൾ അതാണ് അവിടെ ഡെഫിനിഷൻ ആയിട്ട് എഴുതിയിട്ടുള്ളത്. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ അല്ലേ? സിമ്പിൾ ഡെഫിനിഷൻ.
ഓക്കെ, ഇത് ടെക്സ്റ്റിൽ പറയുന്ന ഡെഫിനിഷൻ ആണ് കേട്ടോ. പിന്നെ എന്ത് നമ്മൾ പറയുന്നുണ്ട്, an arithmetic sequence is a sequence in which we get the same number on subtracting from any term the term immediately preceding it. അതായത് നമ്മൾ ഒരു ടേമിൽ നിന്ന് അതിൻ്റെ തൊട്ട് മുന്നത്തെ ടേം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെയിം നമ്പർ ആയിരിക്കും എല്ലായ്പ്പോഴും കിട്ടുകയെന്ന്. ആ സെയിം നമ്പറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോമൺ ഡിഫറൻസ്. അപ്പോൾ ഈ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്ന വേർഡ് കൂടെ ഇവിടെ ഓർത്ത് വെക്കുക, അതെങ്ങനെ കണ്ടുപിടിക്കുന്നു മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇതൊക്കെ ഇനി നമുക്ക് കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേമും ആണ് ഒരു അരിത്തമാറ്റിക് സീക്വൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? എങ്കിൽ നമുക്ക് ഈ സെക്ഷനിലെ പ്രോബ്ലംസ് നോക്കാം. ഇത്രയാണ് തിയറി പാർട്ടായിട്ട് ഈ സെക്ഷനിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ഓരോരോ പ്രോബ്ലംസ് ആയിട്ട് നോക്കാം ഈ സെക്ഷനിൽ. ഓക്കെ, അപ്പോൾ മൂവിങ് ഇൻ ടു ദ ഫസ്റ്റ് പ്രോബ്ലം. ഫസ്റ്റ് പ്രോബ്ലത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, ഇവിടെ കുറേ സീക്വൻസ് തന്നിട്ടുണ്ട്. അതെന്താണെന്ന് ചെക്ക് ചെയ്യണം. അരിത്തമാറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ആണെങ്കിൽ അതിൻ്റെ കാരണം പറയണം. ഗീവ് റീസൺ ഫോർ ദ ആൻഡ് റൈറ്റ് ദ കോമൺ ഡിഫറൻസ്. എന്തുകൊണ്ടാണ് അത് അരിത്തമാറ്റിക് എന്ന് പറയണം. ഇപ്പോൾ അരിത്തമാറ്റിക് സീക്വൻസ് ആവണമെങ്കിൽ അവിടെ എന്തൊക്കെ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഒരു ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ കാരണമായി കൊടുക്കേണ്ടത്. പിന്നെ ഫോർ ദ അരിത്തമാറ്റിക് സീക്വൻസ് അതിൻ്റെ കോമൺ ഡിഫറൻസ് എഴുതാനും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് എന്ത് പറഞ്ഞിട്ടുണ്ട്, സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. ഓക്കെ ആണോ? സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. അപ്പോൾ ഓഡ് നമ്പേഴ്സിൻ്റെ സീക്വൻസ് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പോകും. 1 3 5 7 9. ഇത് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ? അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ചെക്ക് ചെയ്യേണ്ടത്. ഒരു ഫസ്റ്റ് ടേം ഉണ്ട്, പിന്നെ പൊതുവായിട്ട് ഒരു കോമൺ ഡിഫറൻസ് ഉണ്ട്. അവിടെ ആഡ് ചെയ്ത് പോണത് ഏത് സംഖ്യ? 2 ആഡ് ചെയ്ത് പോവല്ലേ. 1 + 2 3, 3 + 2 5. അപ്പോൾ കോമൺ ഡിഫറൻസും ഉണ്ട്, ഫസ്റ്റ് ടേമും ഉണ്ട് ആണോ? അപ്പോൾ നമുക്ക് റീസൺ ഇങ്ങനെ എഴുതാം. ഹിയർ the sequence of odd numbers എന്താണ്? സ്റ്റാർട്ടിങ് വിത്ത് 1 തുടങ്ങുന്നു, എന്നിട്ട് എന്താ ആഡ് ചെയ്ത് പോണു? സ്റ്റാർട്ടിങ് വിത്ത് 1 ആൻഡ് ആഡിങ് 2 റിപ്പീറ്റഡ്ലി അല്ലെ. 2 അല്ലേ നമ്മൾ റിപ്പീറ്റായി ആഡ് ചെയ്ത് പോകുന്നത്, 2 repeatedly. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? therefore sequence of odd numbers എന്ന് പറയുന്നത് എന്താണെന്ന് എഴുതാം. sequence of odd numbers എന്ന് പറയുന്നത് AP ആണെന്ന് എഴുതാം. arithmetic sequence of numbers is an arithmetic sequence എന്ന് എഴുതാൻ പറ്റും. അതേമാതിരി രണ്ടാമത്തെ വായിച്ചു നോക്ക്. sequence of even numbers. അപ്പോൾ ഇരട്ടസംഖ്യകളുടെ സീക്വൻസ് ഒന്ന് എഴുതി നോക്കാം. 2 ഫസ്റ്റത്തെ ഇരട്ടസംഖ്യ 2 ആണല്ലോ. പിന്നെ 4 6 8 10. അപ്പോൾ ഇതും എന്താണ് ശരിക്ക്? ഇവിടെയും എന്തിൽ? 2 തുടങ്ങുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? 2 തന്നെ ആഡ് ചെയ്ത് പോകുന്നു. അവിടെയും സെയിം കാരണം എഴുതാം കേട്ടോ. ഹിയർ ദ സീക്വൻസ്, ഈ സീക്വൻസ് എന്ത് ചെയ്യുന്നു? സീക്വൻസ് സ്റ്റാർട്ട് വിത്ത് 2 and adding 2 തന്നെയല്ലേ റിപ്പീറ്റഡ് ആയി ആഡ് ചെയ്യുന്നത്, റിപ്പീറ്റഡ്ലി. നമുക്ക് എന്താ എഴുതാം? therefore this is also an arithmetic sequence എന്ന് എഴുതി അവസാനിപ്പിക്കാം. ഓക്കെ, അടുത്ത വായിച്ചു നോക്ക്. അടുത്തത് എന്ത് വരും? സീക്വൻസ് ഓഫ് ഫ്രാക്ഷൻ ഗോട്ട് ആസ് ദ ഹാഫ് ഓഫ് ദി ഓഡ് നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് ഓഡ് നമ്പേഴ്സ് അറിയാം. അപ്പോൾ ഓഡ് നമ്പേഴ്സിന്റെ ഹാഫിന്റെ സീക്വൻസാണ് പറഞ്ഞിട്ടുള്ളത്. ചെക്ക് ചെയ്ത് നോക്കാം. ഓഡ് നമ്പേഴ്സ് നമുക്കറിയാം, നമ്മളിവിടെ എഴുതി 1 3 5 7. അപ്പോൾ അതിന്റെ ഹാഫ് എന്ന് വെച്ചാൽ എങ്ങനെ വരും? 1/2, 1ന്റെ ഹാഫ് 1/2, 3ന്റെ ഹാഫ് 3/2, അടുത്തത് 5ന്റെ ഹാഫ് 5/2, അടുത്തത് എന്ത് വരും? 7/2. ഇങ്ങനെ പോകുന്ന സീക്വൻസ് നമുക്ക് നോക്കാം. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഫസ്റ്റ് ടേം ഉണ്ട് ആണോ? ഫസ്റ്റ് ടേം ഉണ്ട്. ഇനി ഫസ്റ്റ് ടേം ഉണ്ട് 1/2. പൊതുവായൊരു വ്യത്യാസം ഉണ്ടോ? 1/2 എന്ന് വെച്ചാൽ അര. അരേന്ന് 3/2 എന്ന് വെച്ചാൽ 1/2. അരേന്ന് 1/2 ആവാൻ എന്താ കൂട്ടിയിട്ടുണ്ടാവുക? 2 കൂട്ടിയാലല്ലേ ആണോ? അരേന്ന് 1/2 ആവാൻ എന്ത് കൂട്ടിയിട്ടുണ്ടാവും? 2 കൂട്ടിയിട്ടുണ്ടാവും. ക്ലിയർ ആണോ? ഇനി 1/2 2/2 ആവാനോ? വീണ്ടും സോറി, അരയല്ല കൂട്ടിയിട്ടുണ്ടാവുക. അരേന്ന് 1/2 ആവാൻ എന്താ കൂട്ടിയിട്ടുണ്ടാവുക?
1 കൂട്ടിയിട്ടുണ്ടാവും. പിന്നെ 3/5 5.5 3/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5. ഓക്കെ, 1.5 5/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2.5. അപ്പൊ വീണ്ടും 1 കൂടി. അപ്പൊ ഇവിടെ എന്താ ആഡ് ചെയ്ത് പോകുന്നത്? ഒന്ന് ആലോചിച്ച് നോക്ക്. 1 ആഡ് ചെയ്ത് പോവല്ലേ? ആണോ? ഇനി ഡൗട്ട് ഉള്ളവർക്ക് നമുക്ക് ഈ സീക്വൻസിന് ഇങ്ങനെ എഴുതിക്കൂടെ? അരനെ 0.5, അടുത്തത് എന്താണ് 3/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് 1.5 ആണ്. ആണോ? അടുത്തത് എന്താണ് 2.5 ആണ്. അടുത്തത് എന്താണ് 3.5 ആണ്. ഇങ്ങനെ പോകുന്ന സീക്വൻസ് ആണ്. അപ്പൊ ഇതെന്താണ് ശരിക്കും? അപ്പൊ ഇത് അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. ആണോ? സ്റ്റാർട്ടിങ് വിത്ത് ദിസ് സീക്വൻസ് എന്താണ്? ദിസ് സീക്വൻസ് സ്റ്റാർട്ട്സ് വിത്ത് 1/2 ആൻഡ് ആഡിങ് എന്താ ആഡ് ചെയ്ത് പോകുന്നത്? 1 റിപ്പീറ്റഡ്ലി. ആണോ? ആ ഒരു സീക്വൻസ്. അപ്പോൾ ഇതെന്താണ്? ദിസ് ഈസ് ഓൾസോ എൻ AP. therefore ദിസ് ഈസ് ഓൾസോ എൻ AP. അപ്പോൾ ഇതും എന്ത് തന്നെയാണ്? AP തന്നെയാണ്. ക്ലിയർ ആണോ? അടുത്തത് 4ാമത്തെ ക്വസ്റ്റ്യൻ. സീക്വൻസ് ഓഫ് പവേഴ്സ് ഓഫ് 2. 2ന്റെ പവേഴ്സ് എന്നാ പറഞ്ഞത്. ആണോ? അപ്പോൾ 2 എന്ന് വെച്ചാൽ 2. അടുത്ത 2ന്റെ പവർ ഏതാ? 2² ആണോ? 2² എന്ന് വെച്ചാൽ 4. അടുത്തത് എന്ത് വരും? 2³ 2³ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 × 2 × 2. അപ്പോൾ എന്ത് വരും? 4 × 2 8. അടുത്തത് എന്ത് വരും? 4 വട്ടം 2 ഗുണിക്കണം. അപ്പോൾ 8നെ 2 കൊണ്ട് ഒന്നുകൂടി ഗുണിച്ചാൽ പോരെ? 16. ഇങ്ങനെ പോകുന്ന സീക്വൻസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടേം ഒക്കെ ഉണ്ട്, പക്ഷെ ഇവിടെ പൊതുവായിട്ടുള്ളൊരു വ്യത്യാസം ഉണ്ടോ? അതായത് ഫസ്റ്റത്തേന്ന് 2ാമത്തെ കിട്ടാൻ നമ്മൾ 2 ആഡ് ചെയ്തു. ആണോ? എന്നാൽ 4ന്ന് 8 ആവാൻ 4ആണ് ആഡ് ചെയ്തത്. അപ്പൊ ഇവിടെ എന്തില്ല? കോമൺ ഡിഫറൻസ് ഇല്ല. അത് എഴുതിയ പോരെ? അപ്പൊ ഇത് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ? അല്ല. നമുക്ക് അങ്ങനെ എഴുതാട്ടോ. ഹിയർ there is no common difference. ആണോ? no common difference ഇല്ല. therefore this is not an arithmetic sequence. അപ്പോൾ ഇതെന്തല്ല? അരിത്തമാറ്റിക് സീക്വൻസ് അല്ല. ലാസ്റ്റത്തെ എന്താ പറയുന്നത്? 5ാമത്തെ എന്ത് പറയുന്നുണ്ട്? ശ്രദ്ധിച്ചോ. സീക്വൻസ് ഓഫ് റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പർ നമുക്കറിയാം. അപ്പോൾ റെസിപ്രോക്കൽ ഓഫ് എ നമ്പർ 2ന്റെ റെസിപ്രോക്കൽ എന്താ? 1/2. 3ന്റെ റെസിപ്രോക്കൽ എന്താ? 1/3. അപ്പോൾ റെസിപ്രോക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചിടുക. അപ്പോൾ 1ന്റെ റെസിപ്രോക്കൽ 1 തന്നെ, 1/1. 2ന്റെ റെസിപ്രോക്കൽ എന്താ? 1/2. അടുത്തത് എന്താ? 3ന്റെ റെസിപ്രോക്കൽ എന്താ? 1/3. ആണോ? ഇതിങ്ങനെ പോകും. അപ്പൊ ഇതൊന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെയും ഫസ്റ്റ് ടേം ഉണ്ട്, എന്നാൽ കോമൺ ഡിഫറൻസ് ഉണ്ടോ? ഇവിടെ നമ്മൾ 1ന്ന് അരയാവണമെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? -1 ചെയ്താൽ മതി. ആണോ? എന്നാ 1/2 ന്ന് 1/3 എങ്ങനെ ആയിട്ടുണ്ടാവുക? അവിടെ എന്താ വ്യത്യാസം എന്ന് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. 1/3 - 1/2 ആണോ? അപ്പൊ അതെങ്ങനെ വരും? 2 - 3/6 എന്ന് വരും. അപ്പൊ എന്ത് വരും? -1/6 എന്ന് വരും. അപ്പൊ ഇവിടെ എന്താ കുറച്ചത്? -1/6 ആണ്. ഓക്കെ ആണോ? അപ്പൊ കോമൺ ആയിട്ട് അവിടെ ഒരു പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് ഇല്ല. ആണോ? അപ്പൊ അങ്ങനെ എഴുതിയാൽ പോരെ? ഹിയർ ഓൾസോ ദർ ഈസ് നോ കോമൺ ഡിഫറൻസ് എന്ന് എഴുതുക, അവസാനിപ്പിക്കുക. therefore this is not AP. Here also there is no common difference. പിന്നെന്താ എഴുതാം? therefore this is not an arithmetic sequence എന്നോ AP എന്നോ എഴുതാം കേട്ടോ. അരിത്തമാറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ അരിത്തമാറ്റിക് പ്രോഗ്രഷൻ എന്നൊക്കെ പറയും. ഓക്കെ ആണോ? ഇതുവരെ ക്ലിയർ ആണെന്ന് കരുതുന്നു. മൂവിങ് ഇൻ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്ക്. ശ്രദ്ധിക്കുക. എന്ത് പറഞ്ഞിട്ടുണ്ട്? ഒരു ചിത്രം തന്നിട്ടുണ്ട്. ചിത്രത്തിലേക്ക് നോക്കാനാ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ വീ. അപ്പൊ ലുക്ക് അറ്റ് ദിസ് പിക്ചർ. അപ്പൊ ചോദിച്ചിട്ടുള്ളത് ഇഫ് ദ പാറ്റേൺ ഈസ് കണ്ടിന്യൂഡ്. ഈ പാറ്റേൺ ഇങ്ങനെ പോവാണ്. ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? കുറെ ചതുരങ്ങൾ തന്നിട്ടുണ്ട്. ഗ്രീൻ കളറിൽ ഷെയ്ഡ് ചെയ്തുകൊണ്ട് ഉള്ളില് കുറെ ഷെയ്ഡ് ചെയ്യാത്ത പോർഷനും ഉണ്ട്. അപ്പോൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഗ്രീൻ കളേർഡ് ഇഫ് ദ പാറ്റേൺ ഡു ദ നമ്പർ ഓഫ് കളേർഡ് സ്ക്വയേഴ്സ് ഫോം ആൻ അരിത്തമാറ്റിക് സീക്വൻസ്. നമ്പർ ഓഫ് കളേർഡ് സ്ക്വയർ. ഫസ്റ്റത്തേൽ എത്ര കളേർഡ് സ്ക്വയർ ഉണ്ട്? ആകെ ശരിക്കും 3 റോയും 3 കോളം അല്ലേ? അപ്പൊ 3 × 3 9 എണ്ണം. അതിൽ ഒന്നല്ലേ ഒഴിവായത്? അപ്പൊ ഇതിൽ എത്ര? ഫസ്റ്റത്തേൽ എത്ര എണ്ണം ഉണ്ട്? ഇൻ ഫസ്റ്റ് ഫിഗർ നമ്പർ ഓഫ്
ഫസ്റ്റ് ഫിഗറില് നമ്പർ ഓഫ് കളേർഡ് സ്ക്വയർ എത്ര ഉണ്ട്? നമ്പർ ഓഫ് കളേർഡ് സ്ക്വയർ എന്ന് പറയുന്നത് എത്ര എണ്ണമാണ്? 8 എണ്ണം ആണോ? അടുത്തത് രണ്ടാമത്തെ ഫിഗറിൽ ശരിക്കും 4 റോയും 4 കോളും ഉണ്ട്. അപ്പോൾ 16 എണ്ണം വേണം. അതിൽ നിന്ന് എന്തൊക്കെ ഒഴിവായിട്ടുണ്ടാവും? എത്ര എണ്ണം ഒഴിവായി ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു 4 എണ്ണം ഒഴിവായിട്ടുണ്ടാവില്ലേ? ഇവിടെ ഒരു 4 എണ്ണം ഒഴിവായിട്ടുണ്ടാവും. അപ്പോൾ എത്ര എണ്ണം ഉണ്ടാവും ഇൻ സെക്കൻഡ് ഫിഗർ? അപ്പോൾ 16 4 എണ്ണം കുറച്ചാൽ മതി, 8 എണ്ണം ആവില്ലേ? ഇൻ സെക്കൻഡ് ഫിഗർ എന്ത് പറയാം? നമ്പർ ഓഫ് കളേർഡ് സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ കേട്ടോ. കളേർഡ് സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര എണ്ണം വരും? 12 എണ്ണം വരും. തേർഡ് ഫിഗറിലോ? ഇൻ തേർഡ് ഫിഗർ ആണോ? തേർഡ് ഫിഗറിൽ എത്ര എണ്ണം വരും? നമ്പർ ഓഫ് കളേർഡ് സ്ക്വയർ. ഇവിടെ ടോട്ടൽ 5 എണ്ണം ഉണ്ട്. 5 എണ്ണത്തിൽ നിന്ന് എത്ര എണ്ണം മൈനസ് ചെയ്യണം? 3 എണ്ണത്തിന്റെ മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 5 × 5 ടോട്ടൽ ഇത് കംപ്ലീറ്റ് ഉണ്ടെങ്കിൽ എത്ര ഉണ്ടാവും? 5 × 5 എണ്ണം ഉണ്ടാവും, 25 എണ്ണം ഉണ്ടാവും ആണോ? ഈ 25 നമ്മൾ എന്ത് കുറച്ചാൽ മതി? ഇവിടെ എത്ര എണ്ണം കുറക്കണം? 1 2 3 3 × 3 ആയിട്ടുള്ള 9 കുറച്ചാൽ മതി. ക്ലിയർ ആണോ? അപ്പോൾ എന്ത് വരും? 25 മൈനസ് 9 എന്ന് വരും. ഓക്കെ, അപ്പോൾ എന്ത് വരും? 16 എന്ന് വരും. അപ്പോൾ നമുക്ക് ഈ സീക്വൻസ് ഒന്ന് ജസ്റ്റ് എഴുതിയേക്കാം. അപ്പോൾ കിട്ടിയ സീക്വൻസ് ഫസ്റ്റത്തേൽ 8, രണ്ടാമത്തേൽ 12 കളേർഡ് സ്ക്വയർ, മൂന്നാമത്തേൽ 16. അടുത്തത് എന്ത് വരും? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ നമുക്ക് ഫസ്റ്റ് 3 എണ്ണം ഉള്ളിൽ നിന്ന് ഒഴിവാക്കിയത് 1 × 1 ആണോ? അപ്പോൾ ഇതിനെ നമുക്ക് ശരിക്കും എങ്ങനെ എഴുതാം? 9 എണ്ണം ആണോ? 3 × 3 മൈനസ് 1 × 1. ക്ലിയർ ആണോ? ഇവിടെ അതല്ലേ വരിക. രണ്ടാമത്തേലോ 4 എണ്ണം ഉണ്ടാവും. ശരിക്കും 4 × 4 എണ്ണം ടോട്ടൽ ഉണ്ടാവും. അത് നമ്മൾ എത്ര എണ്ണം ഒഴിവാക്കി? മൈനസ് 2 × 2. ക്ലിയർ ആണോ? 2 × 2 അതായത് 16 മൈനസ് 4 12 കിട്ടി. അതേമാതിരി ഇവിടെ ശരിക്ക് 5 × 5 5 റോയും 5 കോളം ഉണ്ട്. 25 എണ്ണം കാണണം. അത് നമ്മൾ എത്ര ഒഴിവാക്കി? 3 × 3 ഒഴിവാക്കി ആണോ? അപ്പോൾ ഈ സീക്വൻസ് ഇങ്ങനെ പോകണമെങ്കിൽ അടുത്ത ആലോചിച്ച് നോക്ക്. ഇവിടെ 3 × 3 മൈനസ് 1 × 1, 4 × 4 മൈനസ് 2 × 2, 5 × 5 മൈനസ് 3 × 3. അപ്പോൾ അടുത്തത് എന്ത് വരും? വെറുതെ ഒന്ന് ഗസ് ചെയ്ത് നോക്കുക. അടുത്തത് ഇവിടെ ഒരു സ്ക്വയർ ഉണ്ടെങ്കിൽ, അപ്പോൾ ഈ ഒരു വലിയ സ്ക്വയർ ഇവിടെ ഉണ്ടെങ്കിൽ എന്ത് വരും? അടുത്തൊരു സ്ക്വയർ ഉണ്ടെങ്കിൽ അപ്പോൾ എന്താവും? ഇവിടെ 6 കോളം ഉണ്ടാവും. അപ്പോൾ എന്ത് വരും? 6 × 6 മൈനസ് കിട്ടുന്നില്ലേ? കണ്ട, ഇവിടെ 1 × 1 ആയിരുന്നു, ഇവിടെ 2 × 2 ആയിരുന്നു, ഇവിടെ 3 × 3 ആയിരുന്നു. അപ്പോൾ അടുത്ത് എന്ത് വരും? 6 × 6 മൈനസ് 4 × 4. അടുത്ത് അപ്പോൾ എന്ത് വരും എന്ന് ആലോചിച്ച് നോക്ക്. 36 മൈനസ് 16 എന്ന് വരും. അപ്പോൾ എന്ത് വരും? 20. ഈ സീക്വൻസിലെ ടേം അടുത്തത് 20 ആയി. കണ്ടോ? ഇത് ശരിക്കും ഒരു അരിത്തമാറ്റിക് സീക്വൻസ് അല്ലേ? 8 തുടങ്ങി 4 ആഡ് ചെയ്ത് പോകണം ആണോ? 8 + 4 12, 12 + 4 16, 16 + 4 20. അപ്പോൾ ഇത് ശരിക്കും എന്ത് തന്നെയാണ്? ഒരു അരിത്തമാറ്റിക് സീക്വൻസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി വേറെ രീതി കൂടി വേണമെങ്കിൽ പ്രൂവ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റത്തെ ടേം നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്? ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്. ശരിക്കും നമുക്ക് കിട്ടിയത് 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം. അപ്പോൾ n+2 ഒന്നിന്റെ സ്ഥാനത്ത് നമുക്ക് ഇവിടെ 3 വന്നത്. അപ്പോൾ 1 + 2 അല്ലേ? 1 + 2ന്റെ സ്ക്വയർ. കാരണം ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 3² മൈനസ് 1² എന്ന് എഴുതിക്കൂടെ? മൈനസ് n². ഇതല്ലേ ശരിക്കും ജനറൽ ഫോർമുല വരിക നമ്പർ ഓഫ് കളേർഡ് സ്ക്വയേഴ്സിന്റെ? നമ്പർ ഓഫ് കളേർഡ് സ്ക്വയർ ഇൻ nth പൊസിഷൻ. ഫസ്റ്റ് പൊസിഷനിലാവുമ്പോൾ 3+ എന്നിന്റെ സ്ഥാനത്ത് 1 കൊടുത്ത 1 + 2, 3² മൈനസ് 1². അപ്പോൾ n+2 nth പൊസിഷൻ ആണെങ്കിൽ n+2² മൈനസ് n². അപ്പോൾ എന്ത് വരും? ഇതിനെ a+b² എക്സ്പാൻഡ് ചെയ്തൂടെ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? n² + 4n + 2 മൈനസ് n² ആണോ? ഇതിൽ ക്യാൻസൽ ചെയ്യാനുള്ളവർക്ക് ക്യാൻസൽ ചെയ്ത് നോക്കുക. +n² മൈനസ് n² ക്യാൻസൽ ആയി. ബാക്കി എന്തുണ്ടാവും? 4n + 2 എന്ന് വരും. ക്ലിയർ ആണോ? അപ്പോൾ ഈ 4n + 2 ആണോ ഇത്? നോക്ക്. ശരിക്കും അതല്ലേ? നോക്ക്, ഫസ്റ്റ് നമ്മൾ n-ന് 1 കൊടുത്ത് എന്ത് വരും? 4 × 1 + 2. അപ്പോൾ എന്ത് വരും? 4 × 1 ആയിട്ടുള്ള 4. ഇവിടെ തെറ്റുണ്ട് കേട്ടോ. സോറി, ഇവിടെ ചെറിയൊരു തെറ്റുണ്ട്. a+b² ഇവിടെ 4 ആണ്.
എ സ്ക്വയർ എൻ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 2 ഇൻറ്റു എൻ പ്ലസ് 2 സ്ക്വയർ അത് 4 ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്ത് വരും 4n പ്ലസ് 4 ആണ്. നമ്മൾ എന്നിന് 1 കൊടുത്തതിന് എന്ത് വരും 4 ഇൻറ്റു 1 പ്ലസ് 4 ആണോ. 4 പ്ലസ് 4 8 കിട്ടി, കറക്റ്റ് അല്ലേ? ഫസ്റ്റ് ടേം കിട്ടിയില്ല. ഇനി എന്നിന് 2 കൊടുത്താലോ 4 ഇൻറ്റു 2 പ്ലസ് 4 അപ്പോൾ 8 പ്ലസ് 4 12 കണ്ടോ, കറക്റ്റ് അല്ലേ? അപ്പോൾ ഇതാണ് ജനറൽ ഫോം വരിക. അപ്പോൾ ഇത് എന്ത് തന്നെയാണ്, ഒരു എ പി തന്നെയാണ്. ഓക്കെ ആണോ? കണ്ടാൽ നമുക്ക് എ പി അല്ല എന്നൊക്കെ തോന്നും, പക്ഷെ അത് എ പി തന്നെയാണ് കേട്ടോ. നല്ലൊരു ക്വസ്റ്റ്യൻ കേട്ടോ. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ആണെന്ന് കരുതുന്നു. ശരി, താങ്ക് യു.